തൃശൂരിലെ ATM കവർച്ചയിൽ ഇപ്പോൾ ഞെട്ടിക്കുന്ന ട്വിസ്റ്റാണ് വന്നിരിക്കുന്നത്. സിനിമയെ വെല്ലുന്ന രീതിയിൽ പണവും കവർച്ചാ സംഘത്തിന്റെ കാറും കണ്ടെയ്നറിൽ കയറ്റി കൊണ്ടുപോയി. വിവരങ്ങൾ ഉടൻ അറിയിക്കാമെന്ന് നാമക്കൽ SP മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ஹாஸ்பிட்டல் இன்டிமேஷன் நான் பார்த்துட்டு ஹாஸ்பிட்டல் நிலவரம் பார்த்துட்டு ஹாஸ்பிடல்ல அட்மிட் ஆயிட்டு எல்லாருக்கும் நாங்க தகவல் சொல்றோம். கொஞ்சம் வெயிட் பண்ணுங்க, முழு தகவலை சொல்றோம். ஹாஸ்பிடல் போய் பார்க்காம எந்த தகவலும் சொல்ல முடியாது. 15 மினிட்ஸ்ல உங்களுக்கு வந்து நாங்க பிரஸ் நடத்துறோம். ஹாஸ்பிடல் போய் அவருடைய உறவினர்களும் இங்க வந்து உங்களுக்கு முழு தகவலும் நாங்க வந்து சொல்லுவோம். எங்களோட போலீஸ் வந்து ஹாஸ்பிடல் அட்மிட் ஆயிருக்காங்க. இப்போ என்னாச்சுன்னு சொல்லி பார்த்துட்டு அவங்க கிட்ட விசாரிச்சாதான் முழு தகவலும் உங்களுக்கு சொல்ல முடியும். முழு தகவலையும் உங்களுக்கு ஹாஸ்பிட்டல்ல இருக்க போலீஸை என்கொயரி பண்ணிட்டு அதுக்கப்புறமா உங்களுக்கு தர்றோம். இப்ப பள்ளிப்பாளையம் நாங்க போறோம். எங்க போலீஸ் வந்து 2 பேரும் அங்க இன்ஜுரி ஆகி அட்மிட் ஆயிருக்காங்க. அவங்களுக்கு என்ன மாதிரி இது இருக்குன்னு சொல்லி அவங்க பார்த்துட்டு அவங்களை விசாரிச்சுட்டு உங்களுக்கு முழு தகவலையும் நாங்க சொல்றோம். വിവരങ്ങളുമായി MS ലിഷോയ് ചേരുന്നു. ലിഷോയ്, ഞെട്ടിക്കുന്ന സംഭവം എന്ന് വെറും വാക്ക് പറയാൻ കഴിയില്ല. അതിലേറെ രൂക്ഷമായ ഒരു ചേസിംഗ് ഒക്കെ നടന്നിരിക്കുന്നു. അതിനൊടുവിലാണ് ഏറ്റുമുട്ടൽ. അതിൽ ഒരു കൊലയും ഉണ്ടായിട്ടുണ്ട്. ഒരാൾ കൊല്ലപ്പെട്ടു. അക്രമി ഈ കൊള്ള സംഘത്തിൽപ്പെട്ടയാൾ എങ്ങനെയാണ് ഈ കണ്ടെയ്നറിലേക്ക് ഈ വാഹനം കയറ്റിയതും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടതും തുടർന്നുള്ള ഈ സിനിമയെ വെല്ലുന്ന കഥ അതെങ്ങനെയാണ് ലിഷോയ്? അതായത് ഇന്ന് പുലർച്ചെ മുതലാണ് ഈ സംഭവങ്ങളുടെ എല്ലാം തന്നെ തുടക്കം. 2 മണിയോടുകൂടി തൃശ്ശൂരിൽ ആദ്യമായൊരു ATM മോഷണം നടക്കുന്നു. അതായത് തൃശ്ശൂർ മാപ്രാണത്തുള്ള SBIയുടെ ATM കൗണ്ടറിനാണ് ആദ്യമായി മോഷണം നടക്കുന്നത്. ആ ATM കൗണ്ടറിൻ്റെ റാക്ക് ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് പൊളിച്ചതിന് ശേഷം അതിലുള്ള പണവുമായി ആ കവർച്ചാ സംഘം ആദ്യം തൃശ്ശൂർ ദിശയിലേക്ക് പോരുന്നു. പിന്നീട് ഏകദേശം 3 മണിയോടുകൂടി തന്നെ തൃശ്ശൂർ നഗരത്തിലകത്തു തന്നെയുള്ള ഷൊർണൂർ റോഡിലുള്ള SBIയുടെ തന്നെ മറ്റൊരു ATMന് അടുത്തെത്തുകയും ആ ATMൽ നിന്ന് കൃത്യമായി ആ പണം അതേ രീതിയിൽ തന്നെ ആ ATMൽ നിന്നും ഏകദേശം 8 ലക്ഷം രൂപയോളം അവിടെ നിന്ന് കവരുന്നു. ആദ്യത്തെ ATMൽ നിന്ന് 30 ലക്ഷം രൂപയാണ് കവർന്നതെങ്കിൽ 35 ലക്ഷം രൂപയാണ് ഒരു കണക്ക് കൂട്ടൽ. അത്രയും തുകയാണെങ്കിൽ രണ്ടാമത്തെ ATMൽ നിന്നും 8 ലക്ഷം രൂപയാണ് കവരുന്നത്. മൂന്നാമത്തെ ATM അവിടെ നിന്നും 8 കിലോമീറ്റർ അപ്പുറത്ത് കോലഴിയിലുള്ള ATM ആണ്. അവിടെ നിന്നും ഏകദേശം 20 ലക്ഷത്തിനടുത്ത് രൂപയാണ് ഈ കവർച്ചാ സംഘം കവർന്നത്. 3 ഇടങ്ങളിലും ഒരേ രീതിയിലുള്ള ഒരു മോഷണമാണ് ഇവർ ചെയ്തത്. വന്ന ഉടനെ തന്നെ CCTV ക്യാമറകളിൽ കറുത്ത പെയിന്റ് സ്പ്രേ ചെയ്യുന്നു. അതിനുശേഷം ATM ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് പൊളിക്കുന്നു. അവിടെ നിന്ന് ഈ പണവുമായി രക്ഷപ്പെടുന്നു. എല്ലാം നടന്നത് വളരെ ചുരുക്കം സമയം കൊണ്ട്, അതായത് 10 മിനിറ്റിൽ താഴെയുള്ള സമയം കൊണ്ടാണ് ഓരോ ATMലും കവർച്ച നടന്നത്. അപ്പോൾ തന്നെ രാവിലെ തന്നെ സിറ്റി പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. നമ്മൾ രാവിലെ സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോയുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. കൃത്യമായി പ്രൊഫഷണൽ സംഘമാണ് ഇത് ചെയ്തിരിക്കുന്നത്. അവരുടെ രീതി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള രീതി തന്നെയാണ്. കൂടാതെ തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങളിലേക്കും നമ്മൾ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. അവിടെ റോഡിൽ പരിശോധന നടത്തുന്നതിന് വേണ്ടി ഉള്ള സഹായവും തമിഴ്നാട് പോലീസിൻ്റെ പക്കൽ നിന്നും അഭ്യർത്ഥിച്ചിട്ടുമുണ്ട് എന്ന് പോലീസ് നമ്മളോട് പറയുകയും ചെയ്തു. സിറ്റി പോലീസ് കമ്മീഷണർ പറയുകയും ചെയ്തു. തുടർന്ന് ഏകദേശം 11 മണിയോടുകൂടിയാണ് ഈ വിവരം പുറത്തു വരുന്നത്. അതായത് തൃശ്ശൂരിൽ നിന്നുള്ള ഒരു കണ്ടെയ്നർ ലോറിയിൽ കുറച്ച് സംഘങ്ങൾ, അതായത് ഒരു 8ഓളം പേരടങ്ങുന്ന സംഘം തമിഴ്നാട്ടിലൊരു കണ്ടെയ്നർ ലോറിയിലൂടെ സഞ്ചരിക്കുന്നു. അവിടെ ഒരു വാഹനാപകടം ഉണ്ടാകുന്നു. ലോറി നിർത്താതെ മുന്നോട്ട് പോകുന്നു. അത് ചേസ് ചെയ്ത് തമിഴ്നാട് പോലീസ് പിടികൂടുന്നു. ആ പിടികൂടിയ സമയത്ത് യാതൊരു വിധത്തിലും ഈ പോലീസുമായി സഹകരിക്കാൻ ആ വണ്ടിയിലുണ്ടായിരുന്നവർ കൂട്ടാക്കിയില്ലെന്ന് മാത്രമല്ല, പോലീസിന് നേരെ വെടിയുതിർക്കുകയും ചെയ്തു. ആ പോലീസിന് നേരെ വെടിയുതിർത്തതോടുകൂടി തിരിച്ച് പോലീസും വെടിയുതിർത്തു. ആ കണ്ടെയ്നർ ലോറിയുടെ ഇടതുവശത്തെ ചില്ലിലൂടെ അവിടെ ഇരുന്നിരുന്ന ഒരു മോഷ്ടാവിനെ വെടിയേൽക്കുകയും അയാൾ മരിക്കുകയും ചെയ്തിരിക്കുന്നു. ഒരു പോലീസുകാരനും ഈ തിരിച്ചുള്ള ഗൺഫയറിൽ വെടിയേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അയാൾക്കും പരിക്കേറ്റിട്ടുണ്ട്. കാലിലാണ് പോലീസുകാരനെ വെടിയേറ്റിരിക്കുന്നത്. ഈ കണ്ടെയ്നർ ലോറിക്ക് അകത്താണ് ഇവർ സഞ്ചരിച്ചിരുന്നത്. അതായത് ഒരു ക്രെറ്റ കാറാണ്, വെള്ള ക്രെറ്റ കാറിലാണ് ഈ സംഘം മോഷണം നടത്തിയ ശേഷം ഇവിടെ നിന്ന് രക്ഷപ്പെട്ടത്. ആ ക്രെറ്റ കാറിൻ്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്കും അതുപോലെ തന്നെ പോലീസിന് നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. അതിനുശേഷം നമുക്കും ലഭിച്ചിരുന്നു. ഈ ക്രെറ്റ കാർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തി. അപ്പോഴാണ്
സിറ്റി പോലീസ് കമ്മീഷണർ ഇളങ്കോ ഒരു കാര്യം വ്യക്തമാക്കുന്നത് ഇത് കൃത്യമായി ഒരു ആസൂത്രണം ചെയ്തു നടത്തിയ ഒരു മോഷണ പരമ്പരയാണ്, അല്ലെങ്കിൽ കൃത്യമായൊരു മോഷണമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ സാധാരണഗതിയിൽ മുൻപ് ഉത്തരേന്ത്യൻ സംഘങ്ങളെല്ലാം തന്നെ നടത്തിയ മോഷണത്തിന് ശേഷം നടത്തിയ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഈ മോഷണത്തിലും അവലംബിച്ചിട്ടുണ്ടാകാമെന്നുള്ളൊരു കണക്കുകൂട്ടൽ പോലീസിനെ സംബന്ധിച്ചുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആ ഒരു കണക്കുകൂട്ടലിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് പോലീസ് തമിഴ്നാട്ടിലെ വിവിധ ജില്ലകളിലുള്ള പോലീസ് മേധാവിമാർക്ക് ഇത് സംബന്ധിച്ച് ഒരു അലർട്ട് നൽകുന്നത്. ഉത്തരേന്ത്യൻ രജിസ്ട്രേഷനുകളിലുള്ള കണ്ടെയ്നർ ലോറികളിൽ പരിശോധന നടത്താൻ സഹായിക്കണമെന്നായിരുന്നു ഇവിടെ നിന്ന് നൽകിയ ആ ഒരു വിവരം. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ നീലഗിരി ജില്ലയിലും കോയമ്പത്തൂർ ജില്ലയിലും സേലത്തും എല്ലാം തന്നെ വിശദമായ അന്വേഷണം നടത്തി നാമക്കലിൽ വെച്ചാണ് ഇത്തരത്തിൽ ഈ കണ്ടെയ്നർ ലോറിക്കകത്ത് നിന്ന് ഈ ക്രെറ്റ കാർ ഉൾപ്പെടെ ഈ കുറ്റവാളികളെ എല്ലാം തന്നെ മോഷ്ടാക്കളെ എല്ലാം തന്നെ പോലീസിനെ ഏറ്റുമുട്ടലിലൂടെ പിടികൂടാനായി കഴിഞ്ഞത്. ഈ ക്രെറ്റ കാറിൻ്റെ അകത്ത് ഇവർ ഇവിടെ നിന്നും മോഷ്ടിച്ചെടുത്ത പണവുമുണ്ട് എന്നുള്ളതാണ് പോലീസിന് ഇപ്പോൾ തൃശ്ശൂർ സിറ്റി പോലീസിന് ലഭ്യമായിരിക്കുന്ന വിവരം. കൂടാതെ ഈ ഏറ്റുമുട്ടലിൽ ഒരു മോഷ്ടാവ് കൊല്ലപ്പെട്ടു, മറ്റുള്ളവരെല്ലാം തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുമുണ്ട്. ആ കസ്റ്റഡിയിൽ എടുത്തവരുടെ പക്കൽ നിന്നും കൂടുതൽ ആയുധങ്ങൾ പോലീസിനെ കണ്ടെത്താൻ സാധിച്ചിട്ടുമുണ്ട്. ചോദ്യം ആവർത്തിക്കാം. പോലീസിനും പരിക്ക് പറ്റിയിട്ടുണ്ടല്ലോ. തീർച്ചയായും ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഈ ഏറ്റുമുട്ടലിൽ പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കാലിലാണ് പരിക്കേറ്റിരിക്കുന്നത്. ഈ കവർച്ചാ സംഘം തിരിച്ച് ഗൺഫയർ ചെയ്തപ്പോൾ ആ ചെയ്ത സമയത്ത് ആണ് വെടിയേറ്റത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ നാമക്കലിൽ നിന്നും ലഭ്യമായിരിക്കുന്ന വിവരം. ഈ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ മറ്റ് ചിലർക്കും ഈ ഏറ്റുമുട്ടലിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇവരുടെ എല്ലാം തന്നെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് പോലീസ് പറയുന്നത്. അവരെല്ലാം തന്നെ നിലവിൽ സേലത്ത് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മറ്റ് ഈ കുറ്റവാളികളെ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നതിനായി ഈ തൃശ്ശൂരിൽ നിന്നുള്ള പോലീസ് സംഘം ഇവിടെ നിന്ന് ഇതിനോടകം തന്നെ പുറപ്പെട്ടു കഴിഞ്ഞു. അവർ അവിടെ എത്തിയ ശേഷം നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച ശേഷമായിരിക്കും ഈ കുറ്റവാളികളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. ലിഷു, ഇതിനു മുമ്പും ഈ കുറ്റവാളി സംഘം ഇത്തരത്തിൽ സമാനമായ കൊള്ള നടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ സംഘത്തിൽ വേറെയും ആളുകളുണ്ടോ? അതായത് രാജസ്ഥാൻ ഹരിയാന അതിർത്തിയിലുള്ള സംസ്ഥാന അതിർത്തിയിലുള്ള നൂഹ് എന്ന് പറയുന്ന ജില്ലയിലുള്ളവരാണെന്നാണ് തൃശ്ശൂർ സിറ്റി പോലീസ് പറയുന്നത്. ഈ നൂഹ് ജില്ലയിൽ നിരവധിയായ ഇത്തരത്തിലുള്ള മോഷണ സംഘങ്ങളുണ്ട്. ഈ സംഘങ്ങളുടെ ഒരു പൊതുവെയുള്ള ഒരു പ്രവർത്തന രീതി കൂടി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പോലീസ് അന്വേഷണം നടത്തിയത്. അവിടെ നിന്നുള്ള ഈ കവർച്ചാ സംഘം നിരവധി മോഷണങ്ങൾ കേരളത്തിലും ദക്ഷിണേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇതിനോടകം തന്നെ ഈ ATM കവർച്ചയായാലും മറ്റു തരത്തിലുള്ള കവർച്ചകളും എല്ലാം തന്നെ നടത്തിയിട്ടുണ്ട്. ഈ ഒരു സംശയം ഉണ്ടായിരുന്നു, ഈ ഉത്തരേന്ത്യൻ സംഘം ആയിരിക്കാം ഇതിന് പുറകിൽ എന്നുള്ളൊരു സംശയം. ആ സംശയം പോലീസിൻ്റേത് കൃത്യമായിരുന്നുവെന്ന് വേണം നമുക്ക് പറയാൻ സാധിക്കും. കാരണം ആ സംശയത്തിൻ്റെ പുറകെയുള്ള അന്വേഷണമാണ് ഈ പ്രതികളിലേക്ക് എത്തിയത്. ഇവർ ഈ 3 ATMകളിലാണ് ഇന്ന് മോഷണം നടത്തിയതെങ്കിലും നേരത്തെ മറ്റേതെങ്കിലും തരത്തിലുള്ള മോഷണം നടത്തിയിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസിന് സംശയമുണ്ട്. കാരണം ഈ 3 ATMകളിൽ നിന്നായി ഏകദേശം 65 ലക്ഷം രൂപയോളമാണ് ഈ സംഘത്തിന് ലഭിച്ചിട്ടുള്ളത്. മറ്റേതെങ്കിലും വീടുകളിലോ സ്ഥാപനങ്ങളിലോ ഒക്കെ മോഷണം നടന്ന സംഭവങ്ങൾ കേരളത്തിൽ അടുത്ത ദിവസങ്ങളിലെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടോ എന്നുള്ള കാര്യത്തിലും പോലീസിന് അന്വേഷണം ഇനി നടത്തേണ്ടതുണ്ട്. അതേസമയം തന്നെ ഈ ATMകൾ കൃത്യമായി നേരത്തെ നിരീക്ഷണം നടത്തിയ ശേഷമാണ് ഇവർ മോഷണം നടത്തിയിട്ടുള്ളത്. അതായത് കഴിഞ്ഞ 2-3 ദിവസത്തിനുള്ളിലാണ് ഈ ATMകളിലെല്ലാം തന്നെ പണം നിറച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മോഷണം നടത്തിയ ATMകളിൽ കൃത്യമായി പണം ഉണ്ടായിരുന്നു എന്ന് വിവരം ഈ മോഷണം നടത്തിയ മോഷ്ടാക്കൾക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഉള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൃത്യമായി ഇവർ മോഷണം ആസൂത്രണം ചെയ്തിട്ടുമുള്ളത്. കൂടാതെ ഈ മോഷണം ആസൂത്രണം ചെയ്തതിൽ മറ്റൊരു സുപ്രധാനമായ ഒരു കാര്യം കൂടിയുണ്ട്. തൃശ്ശൂർ റൂറൽ ലിമിറ്റിലും സിറ്റി ലിമിറ്റിലും ആയാണ് ഈ മോഷണങ്ങൾ 3ഉം നടന്നിട്ടുള്ളത്. റൂറൽ ലിമിറ്റിൽ നടന്ന, അതായത് ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്താണ് മാപ്രാണം എന്ന് പറയുന്ന സ്ഥലം. അവിടെ അധികം ആരും കയറാത്ത, ഒരു അധികം പണം പെട്ടെന്ന് പിൻവലിക്കപ്പെടാത്ത ഒരു ATMിൽ നിന്നും അതിനോടൊപ്പം തന്നെ അതിന് മുൻവശത്ത് മറ്റ് CCTV ക്യാമറകളോ കടകളോ ഒന്നും തന്നെ ഇല്ലാത്ത ATMാണ്. ആ ATMിലാണ് ആദ്യം മോഷണം നടത്തിയത്. അതിന് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ അവിടെ നിന്നും രക്ഷപ്പെട്ട് തൃശ്ശൂർ സിറ്റി ലിമിറ്റിലേക്ക് വന്നു. അപ്പോൾ
ആദ്യം റൂറൽ ലിമിറ്റിൽ ഈ മോഷണം നടന്നപ്പോൾ പോലീസുകാരെല്ലാം അങ്ങോട്ടേക്ക് കേന്ദ്രീകരിച്ചു. ആ സമയത്താണ് സിറ്റി ലിമിറ്റിൽ അടുത്ത മോഷണം നടക്കുന്നത്. ആ ഒരു സമയത്താണ് അത് പോലീസ് അറിഞ്ഞ് ആ സ്ഥലത്തേക്ക് എത്തുന്ന സമയം കൊണ്ട് തന്നെ ഇവിടെ നിന്നും തൊട്ടടുത്ത് തന്നെയുള്ള ഏകദേശം ആദ്യത്തെ മോഷണം കഴിഞ്ഞ് 25 കിലോമീറ്റർ മാറിയാണ് അടുത്ത മോഷണം നടത്തിയതെങ്കിൽ രണ്ടാമത്തെ മോഷണം 3 മണിക്ക് പുലർച്ചെ 3 മണിയോടുകൂടി നടന്നു. അവിടെ നിന്നും ഏകദേശം 8 കിലോമീറ്റർ മാത്രം മാറിയുള്ള കോലഴിയിലാണ് മൂന്നാമത്തെ മോഷണം നടത്തിയത്. ഈ സ്ഥലത്തും വലിയ ആളനക്കമില്ലാത്ത സ്ഥലമാണ് പുലർച്ചെയൊക്കെ. അതിനോടൊപ്പം തന്നെ നേരെ മുമ്പിലോ അല്ലെങ്കിൽ തൊട്ടടുത്ത പ്രദേശങ്ങളിലോ ഒന്നും തന്നെ ഈ ബാങ്കിൻ്റേതല്ലാത്ത CCTV ക്യാമറകളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്